നമുക്ക് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം പറ്റും അല്ലെങ്കിൽ യെസ് എന്ന് പറയുമ്പോൾ മറ്റേ ചോദ്യം വരും. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ, മറ്റേത് ഐഡിയ ബേസ്ഡ് ട്രാൻസ്ലേഷൻ. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഭാഷയുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനെ പറ്റി നമുക്കൊരല്പം വിവരം ഉണ്ടായിരിക്കണം. ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് വേർഡ്സ് ആണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ് എന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു എന്നാണ് കിട്ടുക. എന്നാൽ പലപ്പോഴും നമ്മൾ മലയാളത്തിൽ അങ്ങനെയല്ല ചോദിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്നായിരിക്കും ചോദ്യം. നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ, യു, എവിടെയാണ്, വേർ, പോകുന്നത്, ഗോയിങ്, യു വേർ ഗോയിങ് എന്നാണ് കിട്ടുക. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ പലപ്പോഴും ഇഫക്റ്റീവ് ആവാത്തതിൻ്റെ കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഐഡിയ ബൈ ഐഡിയ ട്രാൻസ്ലേഷനാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കിയതിനു ശേഷം ആ സെൻറ്റൻസിൻ്റെ മീനിങ് മൊത്തമായി മനസ്സിലാക്കി ആ മീനിങ് വരുന്ന ഒരു സെൻറ്റൻസ് നമ്മൾ മറ്റു ഭാഷയിൽ എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ നമ്മുടെ മറ്റേ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടി. വാട്ട് ഇസ് ദ ന്യൂമറിക്കൽ ഓർഡർ ഓഫ് ഇന്ദിരാഗാന്ധി ഇൻ ദ ലിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ? ഇതും ക്ലാസിക്കുകളൊക്കെ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഐഡിയ ബൈ ഐഡിയ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചാണ്. ഉദാഹരണത്തിന് യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ് ആണ് ആ നോവലിൻ്റെ പേര്. ടോൾസ്റ്റോയുടെ വിഖ്യാതമായ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഐഡിയ ബൈ ഐഡിയ ട്രാൻസ്ലേഷനാണ്. നമ്മുടെ തന്നെ ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഐഡിയ ബൈ ഐഡിയ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിക്കേണ്ട, എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരോടും പറയണ്ട. കാരണം എത്രാമത്തത് എന്ന വേർഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല. സോ ഐഡിയ ബൈ ഐഡിയ ട്രാൻസ്ലേഷനാണ് നമുക്ക് വേണ്ടത്.